നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് സെപ്റ്റംബർ 25 നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഓൺകോർ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എൻകോർ എന്നാണ് അവന്മാർ പേരിട്ടിട്ട് ഓൺകോർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഈ AEIO വവൽസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. തോന്നുന്ന പോലെ ഓരോ പേരിട്ട് തോന്നുന്ന പോലെ വായിക്കണം എന്ന് പറഞ്ഞാൽ എവിടത്തിനായത്. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഓൺകോറിൻ്റെ പുതിയൊരു ട്രെയിലർ തന്നെ റിലീസായിട്ടുണ്ട്. പക്ഷേ എൻ ഗെയിം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇനി അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ആ സെയിം സാധനങ്ങൾ തന്നെ കുറച്ച് ഓഡിയൻസ് റിയാക്ഷനൊക്കെ ഇട്ടിട്ടാണ് ആ ട്രെയിലർ റിലീസായിട്ടുള്ളത്. പക്ഷേ ആ എൻ ഗെയിം ഓൺകോറിൽ എന്താണ് നമുക്ക് പുതുതായിട്ട് കാണാൻ പറ്റുക, മാത്രമല്ല എന്താണ് വ്യത്യാസമായിട്ട് അതിൽ ഉണ്ടാവാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ട്രെയിലർ റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ RDJയും പിന്നെ ക്രിസ് ഇവാൻസും കൂടി വന്നിട്ട് ഒരു വീഡിയോ പോലെ, ഒരു പ്രൊമോഷൻ പോലെ വന്നിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോലത്തെ ഒരു സംഭവം എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ വേണ്ടി പറ്റും. സോ ബുക്ക് യുവർ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് അവഞ്ചേഴ്സ് എൻ ഗെയിമിൻ്റെ ഡയറക്റ്റ് സീക്വലായിട്ടാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ എൻ ഗെയിമിൻ്റെ ചില കാര്യങ്ങൾ കാരണമാണ് ഈ ഡൂംസ്ഡേ ആയിട്ട് കണക്ട് ആവാൻ വേണ്ടി പോകുന്നത്. സോ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന പോലെ ഈ എൻ ഗെയിമിൽ കുറച്ച് അഡീഷണൽ ഫുട്ടേജസ് ഒക്കെ റീഷൂട്ട് ചെയ്തെന്നും കുറച്ച് അഡീഷണൽ ഫുട്ടേജസ് ഒക്കെ ആഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ വന്നതുമാണ്. ഇപ്പോൾ ഓൾറെഡി കൺഫേംഡും ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം അത് 7 മിനിറ്റ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒഫീഷ്യലി ആയിട്ട് 5 മിനിറ്റ്സ് ഫുട്ടേജ് എന്നാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ആ 5 മിനിറ്റ് ഫുട്ടേജിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ ആയിരിക്കും. അതായത് സ്റ്റീവ് റോജേഴ്സ് പുള്ളിയുടെ ആ ഹാപ്പി എൻഡിങ് ആയിരിക്കും എൻ ഗെയിമിൽ കാണിച്ചിട്ടുണ്ടാവുക. പുള്ളിയുടെ പാസ്റ്റിൽ പോയിട്ട് പെഗ്ഗിയുടെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെ ആ ഹാപ്പി എൻഡിങ് ആണ് ഇതിൽ ഡൂംസ്ഡേയുടെ ട്രാജഡി ആയിട്ട് മാറാൻ വേണ്ടി പോകുന്നത് തന്നെ. അത് മാത്രമല്ല ഇതിൻ്റെ അഡീഷണൽ ഫുട്ടേജ്, ഒഫീഷ്യൽ ഫുട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങളൊക്കെ റിലീസായിട്ടുണ്ട്. ആക്ച്വലി അതൊന്നും ഒഫീഷ്യൽ ഫുട്ടേജസ് ഒന്നുമല്ല. അത് ഈ എൻ ഗെയിമിൻ്റെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ കുറച്ച് ഡിലീറ്റഡ് സീൻസൊക്കെയാണ്. അതായത് ഓൾട്ടർനേറ്റീവ് സീൻസാണ്. അതൊക്കെ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിലും എക്സിലൊക്കെ ഇതാണ് അവഞ്ചേഴ്സ് എൻകോറിൽ എക്സ്ട്രാ ആയിട്ട് ഫുട്ടേജസ് ആഡ് ആവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഒക്കെ കുറച്ച് എക്സ്ട്രാ ഫുട്ടേജസ് ഒക്കെ വരുന്നുണ്ട്. അത് ഓൾറെഡി ഈ എൻ ഗെയിമിൻ്റെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫുട്ടേജസ് ആണ്. അതായത് ഓൾറെഡി നടന്ന സീനിൻ്റെ തന്നെ കുറച്ച് ഓൾട്ടർനേറ്റീവ് സീൻസ് ആണ്. ഇനി ഈ എൻകോറിൽ ഈ എക്സ്ട്രാ ഫുട്ടേജസ് കാരണം എങ്ങനെ ഇവർ ഈ എൻ ഗെയിമും നമ്മുടെ ഈ ഡൂംസ്ഡേയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ ഈ എൻ ഗെയിമിൽ ഈ എൻകോറിൽ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെയും പിന്നെ ലോക്കീനെയും ആയിരിക്കും. അതായത് ഒരു പക്ഷേ നമ്മുടെ ലോക്കി തന്നെ വന്നിട്ട് ഈ മൾട്ടിവേഴ്സൊക്കെ, അതായത് നിങ്ങൾക്കറിയാവുന്ന ലോക്കിയല്ല, ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, മാത്രമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് ഒരു യൂണിവേഴ്സ് തന്നെ നശിക്കാനുള്ള കാരണമാണെന്നൊക്കെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിനെ ചിലപ്പോൾ തൂക്കിയെടുത്തിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നുണ്ടാവും. അപ്പോൾ വേറൊരു ഡൗട്ടുണ്ട്. അതായത് ഓൾറെഡി ആ പാസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ സെയിം ഏജ് ടൈമിലുള്ള ആ സ്റ്റീവ് റോജേഴ്സിനെയാണ് ഡൂംസ്ഡേയിലും വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഓൾറെഡി വയസ്സായിട്ടുള്ള ഒരു സ്റ്റീവ് റോജേഴ്സിനെ നമ്മൾ ഓൾറെഡി എൻ ഗെയിമിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ വയസ്സായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സിന് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെയും ഡൂംസ്ഡേയുടെയും ഒക്കെ കഥ അറിയാം. സോ പുള്ളി അതൊക്കെ അറിയാത്തത് കൊണ്ടാണ് പുള്ളി അത് ആ എൻ ഗെയിമിൽ പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ തള്ളാണ്. കാരണം എൻ ഗെയിം എടുക്കുന്ന ടൈമിൽ അവർക്ക് പോലും അറിയത്തുണ്ടാവില്ല ഈ ഡൂംസ്ഡേയിൽ ഇങ്ങനെ ഒരു റീകാസ്റ്റ് ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ആ ടൈമിൽ അവർ ക്യാങ്ങിനെ വെച്ചായിരിക്കും ചിലപ്പോൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെയാണ് നമ്മുടെ ഡോക്ടർ ഡൂമൊക്കെ എൻട്രി ആവുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ റൂസോ ബ്രദേഴ്സ് കൊണ്ടുവരുന്ന നോക്കോ. പക്ഷേ ഇനി എന്തായാലും റീഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇനി ചിലപ്പോൾ ആ വയസ്സായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സിന് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഇനി പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഓൾറെഡി തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ തന്നെ നമ്മുടെ ലോക്കി ഒരു ടിവിയുടെ കാർഡ് പിടിച്ചിരിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ അത് നമ്മുടെ ലോക്കി സ്റ്റീവ് റോജേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കാം. അതായത് പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലോക്കിനെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടിവിയെ കോൺടാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റീവ് റോജേഴ്സ് ഈ ലോക്കിനെയും അവഞ്ചേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നത് നോക്കോ. അങ്ങനെ പറയാൻ വേണ്ടി വേറെ ഒരുപാട് കാരണമുണ്ട്. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ ലോക്കി പോയി മീറ്റ് ചെയ്യുന്ന പോലെ ഓൾറെഡി കുറച്ച് ലീക്സ് ആയിട്ടുള്ള ലോക്കിയുടെ തന്നെ കുറച്ച് ബഞ്ച് ഓഫ് ഫോട്ടോസ് ഈ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ലോക്കി ഇതേപോലെ ലോങ് ഹെയർ ഉള്ള ഒരാളെടുത്ത് സംസാരിക്കുന്ന പോലെ ഒരു ഇമേജ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ ഒരു സംഭവം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട്, അതായത് ഇൻകഷൻസ് ഒക്കെ നടക്കുന്നത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പുള്ളി വരുന്നതായിരിക്കാം. അപ്പോഴും വേറൊരു ഡൗട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലോക്കി ഈ സ്റ്റീവ് റോജേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് പുള്ളിനെ വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നതാണെങ്കിൽ ആ ടൈമിൽ നമ്മുടെ ലോക്കി ഓൾറെഡി മൾട്ടിവേഴ്സും പിടിച്ചോണ്ടിരിക്കല്ലേ. അപ്പോൾ എങ്ങനെ പുള്ളിക്ക് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ഈ സ്റ്റീവ് റോജേഴ്സിനെ കൊണ്ടുവിടാൻ വേണ്ടി പറ്റും നോക്കോ. അതിന് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒരു പക്ഷേ നമ്മുടെ ഈ മൾട്ടിവേഴ്സൊക്കെ പിടിക്കുന്നതിന് തൊട്ട് മുമ്പേ ചിലപ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലോക്കി പോയിട്ട് സംസാരിച്ചിട്ട് സ്റ്റീവ് റോജേഴ്സിനെ വേറെ കൊണ്ടാക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ലീക്കായിട്ടുള്ള ഇമേജസിലൊക്കെ നമ്മുടെ ലോക്കി പുള്ളിയുടെ ആ ടിവിയെ യൂണിഫോമിൽ തന്നെ നിൽക്കുന്ന പോലെയാണുള്ളത്. മാത്രമല്ല ഒരുപാട് ഹീറോസുമായിട്ട് ഇൻട്രാക്ട് ആക്കുന്ന പോലെയൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ലീക്കായിട്ടുണ്ട്.
ഒരു പക്ഷേ ചിലപ്പോൾ ആ ലോക്കിയുടെ ഒറിജിനൽ ഫോം ആ ഒരു മൾട്ടിവേഴ്സും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ പുള്ളിയുടെ ഒരു പ്രൊജക്ഷനൊക്കെ ആയിരിക്കും, അതായത് പുള്ളിക്ക് ഒരു ഇല്യൂഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു വേരിയൻറ്റിനെ പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അവഞ്ചേഴ്സൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിക്കുക. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ തന്നെ നമ്മുടെ ക്രിസ് ഇവാൻസും RDG എക്സ്ക്ലൂസീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡൂംസ്ഡേയുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലിപ്പും കൂടി അവർക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നു. അതായത് ഈ എൻഡ് ഗെയിം എൻകോറിൽ നമ്മുടെ ഡൂംസ്ഡേയും ഈ എൻഡ് ഗെയിമും കണക്റ്റ് ആവുന്ന പോലത്തെ ഒരു സംഭവം അല്ലാതെ വേറെ എക്സ്ട്രാ ആയിട്ട് ഡൂംസ്ഡേയുടെ ചിലപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലിപ്പും കൂടി അവിടെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ട്രെയിലറോ ചിലപ്പോൾ അതിലിട്ട് കാണിക്കാം. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അപ്പോൾ ഡൂംസ്ഡേയുടെ സെക്കൻഡ് ട്രെയിലർ അല്ലേ സ്പെഷ്യൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് റിലീസായെന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം. ആക്ച്വലി അത് സെക്കൻഡ് ട്രെയിലറൊന്നുമല്ല, അതൊരു സ്പെഷ്യൽ ലുക്കാണ്. ആക്ച്വലി ആ ഒരു സംഭവം നമ്മുടെ ഫസ്റ്റ് ഈ ഡൂംസ്ഡേയുടെ ക്യാരക്ടർ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്, തോർ, എക്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ നമ്മുടെ ഡൂമിനെ ബേസ് ചെയ്തിട്ട് വരേണ്ട ഒരു ട്രെയിലറായിരുന്നു ഈ സംഭവം. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ക്യാരക്ടർ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ഇൻഫിനിറ്റി വാറിലൊക്കെ ഇതേപോലെ സ്പെഷ്യൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല സെക്കൻഡ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ലുക്ക് അല്ലാതെ തന്നെ വേറെ തന്നെ ഒരു സാധനവും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് ട്രെയിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലിംസോ പോലെ ഡൂംസ്ഡേയുടെ എന്തെങ്കിലും ഈ എൻകോറിൻ്റെ എൻഡിങ്ങിലോ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ടോ ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരു പക്ഷേ ആ എൻകോറിൽ തന്നെ നമുക്ക് മോർബിയസിനും കാണാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ ലീക്ഡ് ആയിട്ടുള്ള ആ സംഭവങ്ങൾ നമ്മുടെ മോർബിയസിനെ പോലെ ഒരു ക്യാരക്ടറും ലോക്കിയുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ മോർബിയസിനും കൂടി ഹെൽപ്പിലായിരിക്കാം ചിലപ്പോൾ ലോക്കി ഈ സ്റ്റീവ് റോജേഴ്സിനൊക്കെ വേറെ യൂണിവേഴ്സിലാക്കുന്നതോ ആ ടൈം ലൈൻ്റെ ആ ഇൻക്വസ്റ്റൻസ് ഒക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന നോക്കോ. അതുമാത്രമല്ല ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസൊക്കെയാണ്. അതായത് മെയിനായിട്ട് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ, അതായത് ഡൂംസ്ഡേ കഴിഞ്ഞിട്ടുള്ള സീക്രട്ട് വാർസിൽ നമ്മുടെ ഹ്യൂ ജാക്മാൻ്റെ വൂൾവറിനും പിന്നെ നമ്മുടെ ടോബി മേക്കറുടെ സ്പൈഡർമാനും എനിക്ക് ഒരു ലീഡ് റോളിൽ വരാൻ വേണ്ടി പോകുന്നത്, അവരായിരിക്കും ഇതൊക്കെ മൊത്തത്തിൽ ഒരു സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് വരും, അതായത് ടോബി മേക്കറിൻ്റെ സ്പൈഡർമാനും വൂൾവറിനൊക്കെ അല്ലേ ഡൂംസ്ഡേയുടെ ഓപ്പണിങ്ങിൽ തന്നെ മരിക്കുന്നു പറഞ്ഞത്, അതായത് പുള്ളിയുടെ യൂണിവേഴ്സ് എക്സ്മെനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ പുള്ളിനെ കൊല്ലുന്നൊക്കെ പറഞ്ഞത്, പിന്നെ എങ്ങനെ പുള്ളി സീക്രട്ട് വാർസിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ആക്ച്വലി ആ മൊത്തം യൂണിവേഴ്സ് നശിച്ചാൽ തന്നെ വീണ്ടും ആ പൊട്ടിത്തെറിച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മുടെ ഡോക്ടർ ഡൂം എന്തായാലും ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത ടൈമിലും ആ പൊട്ടിപ്പൊളിഞ്ഞ യൂണിവേഴ്സുകളുള്ള ആൾക്കാരൊക്കെ വീണ്ടും അതിലുണ്ടാവും. അതായത് നമ്മുടെ സീക്രട്ട് വാർ കോമിക്സിൽ അങ്ങനെ തന്നെയാണ്. അതായത് ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹീറോസിന് അവരുടേതായിട്ടുള്ളൊരു, അതായത് മൊത്തം ഡോക്ടർ ഡൂമിനും ആ ബാറ്റിൽ വേൾഡ് മൊത്തത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഓരോരോ റീജിയന് വേണ്ടിയിട്ട് ഓരോരോ കിങ്ങിനെ പോലെ ഓരോരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ എക്സ്മെൻസിൻ്റെ ഒക്കെ ആ സ്ഥലം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സിനിസ്റ്ററാണ്. അതേപോലെ തന്നെ ഹൾക്കുകളുടെ ദ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈസ്ട്രോ ഹൾക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോസ്റ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ദ ഗോസ്റ്റ് റേസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് സംഭവം തന്നെയാണ് അതിലുണ്ട്. അതിൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ റോബി റേസ് ആണ് ആ മെയിനായിട്ട് ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ ആ സംഭവം കൺട്രോൾ ചെയ്യുന്ന നോക്കും. അതായത് ഈ ഇൻകേഷൻസ് ഒക്കെ ഓൾറെഡി കാരണം ആ ഹീറോസ് ഒക്കെ മരിച്ചാലും ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആകുമ്പോൾ അവരൊക്കെ വീണ്ടും അതിൽ വരും. അതിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അയൺമാൻ വീണ്ടും തിരിച്ചു വരും. പിന്നെ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അയൺമാനും ഡോക്ടർ ഡൂമും തമ്മിൽ ഒരു 1-on-1 ഫൈറ്റ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ലീക്കുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ വന്നാൽ ലോട്ടറി അത്ര തന്നെ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഓൺകോറിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റാവുന്ന കാര്യങ്ങളും ചിലപ്പോൾ എക്സ്ട്രാ ആഡ് ആവാൻ വേണ്ടി പോണ ഫുട്ടേജസൊക്കെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുവരെയും അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആയിരുന്നു ദ ടോപ്പ് ഗ്രോസിങ് ഓൾ ടൈം ആയിട്ടുള്ള ഫിലിം. പക്ഷേ നമ്മുടെ അവതാർ റിലീസ് ചെയ്തു, അതുകൊണ്ട് വീണ്ടും അവതാർ മോളിക്കറി. ഇപ്പോൾ എന്തായാലും അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വീണ്ടും റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് 125 മില്യൺ എങ്ങാനും ആ പടം കളക്ട് ചെയ്താൽ മതി, ആ പടം വീണ്ടും ടോപ്പ് ഗ്രോസിങ്ങിലേക്ക് കയറും. അതിൻ്റെ ഇടയ്ക്ക് ഇനി അവന്മാർ വീണ്ടും അവതാർ റിലീസ് ചെയ്യുമെന്നൊക്കെ ദൈവത്തിനറിയാം. എന്തായാലും ഈ ഒരു റിലീസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവതാർ റിലീസ് ചെയ്താലും എൻഡ് ഗെയിമിൻ്റെ കൂടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ചുമ്മാ ഒരു റിലീസ് അല്ല ചെയ്യുന്നത്. എൻഡ് ഗെയിം കുറച്ച് അഡീഷണൽ ഫുട്ടേജസ് ഒക്കെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർപ്പസോട് കൂടിയിട്ടാണ് അവരിത് റിലീസ് തന്നെ ചെയ്യുന്നത്. സോ 125 മില്യൺ ഒക്കെ പുഷ്പം പോലെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ഹയസ്റ്റ് ടോപ്പ് ഗ്രോസിംഗ് മൂവി ആയിട്ടുള്ള ഈ എൻഡ് ഗെയിമിനെ പോലും ചിലപ്പോൾ ഡൂംസ്ഡേയോ സീക്രട്ട് വാർസോ ബീറ്റ് ചെയ്യുമോ കണ്ടു വേണം അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.